ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കോഴിക്കോട് കുന്നമംഗലത്താണ്. സമാനതകളില്ലാത്ത വേനലിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം ചൂട് ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്നു. കുടിവെള്ളം കിട്ടാക്കനായി മാറുമ്പോൾ പലയിടങ്ങളിലും വെള്ളം കിട്ടാതെ ജനജീവിതം വഴിമുട്ടുന്ന സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഉള്ളത് കുന്നമംഗലത്തെ പ്രധാന റോഡിലാണ്. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ പാഴായി തുടങ്ങിയിട്ട് ദിവസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. പലയിടങ്ങളിലെയും വേനൽക്കടത്തോടെ കിണറുകൾ വറ്റി വരണ്ടിരിക്കുന്നു. കുടിവെള്ളം വരുന്ന പൈപ്പുകളാവട്ടെ ഇങ്ങനെ പലയിടങ്ങളിലും പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം പലയിടത്തും എത്താത്ത സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം എന്തായാലും നാട്ടുകാർ തന്നെയുണ്ട്. വലിയ ജലക്ഷാമമാണ് നാട് നേരിടുന്നത്. ആ സമയത്താണ് ഇങ്ങനെ വഴിനീള പൈപ്പുകൾ പൊട്ടിക്കിടക്കുകയും അത് അറിയിച്ചിട്ടും നന്നാക്കാൻ വരാതെ വരികയും ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സാഹചര്യം. എന്താണ് നിങ്ങൾ നേരിടുന്ന അവസ്ഥ? വളരെയധികം പ്രയാസമാണ്. ഈ കോളനികളിലൊക്കെ വെള്ളം കിട്ടാതെ ആളുകൾ വളരെ പ്രയാസത്തിൽ ജീവിക്കുകയാണ്. ഈ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ കിണറുണ്ടെങ്കിലും വെള്ളത്തിന്റെ അപര്യാപ്തത അത് ഈ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ എത്ര പെടുത്തിയിട്ടും വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ എത്രയോ തവണ പെടുത്തിയിട്ടും അവരത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഇത് തന്നെ മാസങ്ങളായി ഈ പൈപ്പ് പൊട്ടിയിട്ട് ഇവിടെ ജലം പാഴായി പോകുന്നു. അപ്പം നമുക്കറിയാം, ഒരു ദിവസം ഇത്രയും വെള്ളം ഒഴിവായി പോവുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് എത്രത്തോളം വെള്ളം ഇവിടെ വെറുതെ കളയപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ വാട്ടർ അതോറിറ്റി ബില്ല് തന്നിട്ട് 2-3 ദിവസം വൈകിയാൽ അവർ കണക്ഷൻ കട്ട് ചെയ്യും. പിന്നെ അധിക ബില്ലും ഒക്കെ ആളുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ജനങ്ങളുടെ പിരടിയിൽ എല്ലാ ഭാരവും അവരിടാറുണ്ട്. പക്ഷേ ഇത്രയും വെള്ളം വെറുതെ പാഴായി പോകുന്ന ഈ വെള്ളത്തിന്റെ കണക്ക് ആര് പറയും? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കേസ് വരെ നടത്തുന്നുണ്ട്. 5 വർഷമായി കേസ് നടത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, എക്യുപ്മെന്റ്സിന്റെ അപര്യാപ്തത ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് പൈപ്പ് ലൈൻ പൊട്ടിയാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരാനുള്ള ഒരു സാവകാശം ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് സാങ്കേതികത്താണ്. പക്ഷേ 3 മാസം കഴിഞ്ഞാലും 6 മാസം കഴിഞ്ഞാലും വെള്ളം ഇങ്ങനെ പാഴായി പോവുകയും ഇത് റെഡിയാക്കാതെയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. അവരുടെ ശമ്പളത്തിൽ നിന്ന് ആ പണം പിടിക്കണം എന്ന് വരെ കൊടുത്തിട്ട് നമ്മൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊരു മാറ്റം ആവശ്യമാണ്. നമ്മളൊരു പൈപ്പ് ലൈൻ പൊട്ടിയാൽ അത് അവിടെ പൊട്ടിക്കിടക്കുക, ജലം പാഴായി പോവുക, ജനങ്ങൾ ബുദ്ധിമുട്ടാവുക. ഈ സ്ഥിതി മാറണം. അതിന് സർക്കാരും മറ്റുള്ള ഏജൻസികളും ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. ഒരു ദിവസം ഈ പൊട്ടലിൽ നിന്ന് പോകുന്നത് എത്ര ലിറ്റർ വെള്ളമായിരിക്കും അല്ലേ? ഒരു വശത്ത് ജനങ്ങൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു, മറുവശത്ത് ഈ ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് പോകുന്നത് ഒരു ദിവസം. നമ്മൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ കുന്നമംഗലം ഹൈവേയിൽ തന്നെ ഈ വയനാട് റോഡിൽ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ പൈപ്പ് പൊട്ടിയിട്ട് ജലം പാഴായി പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ കുന്നമംഗലത്ത് ഒരുപാട് കോളനികളുള്ള ഒരു ഏരിയയാണ്. അവിടെ വെള്ളം കിട്ടാത്ത ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. മന്ത്രിമാരും മറ്റുള്ള ആളുകളൊക്കെ ഈ വഴി യാത്ര ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ണിലൊന്നും ഇത് പെടുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ പല പരാതിയായിട്ടൊക്കെ പലതവണ അവരെ ശ്രദ്ധപ്പെട്ടു? തീർച്ചയായും നമ്മൾ പരാതിയായിട്ട് പോയിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ കുന്നമംഗലം അങ്ങാടിയിൽ പൈപ്പ് പൊട്ടിയപ്പം അതേമാതിരി നമ്മൾ പരാതിയായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ സർക്കാർ ഇതിലൊന്നും നമുക്ക് യാതൊരു, ഇവിടുത്തെ MLA ആയാലും മറ്റുള്ള ഇവിടെ നമ്മളെ കോഴിക്കോടുള്ള മന്ത്രിമാരായാലും ഇതൊന്നും ബന്ധപ്പെടുന്നില്ല. അതൊരു പരാജയമാണത്. കല്ലറ കോളനിയിലൊക്കെ വെള്ളമില്ല, എല്ലാ സ്ഥലത്തും പൊട്ടിക്കിടക്കുക. ഏത് റോഡിൽ നോക്കിയാലും പൊട്ടിക്കിടക്കുകയാണ്. കുന്നമംഗലം ഏരിയയിൽ മുഴുവനും പൊട്ടിക്കിടക്കുക വെള്ളം. ഇത് ഈ പൊട്ടിക്കിടക്കുന്നതിനകത്ത് എത്ര വെള്ളമായിരിക്കും ഒരു ദിവസം? അത് ഇത്രയാണെന്നുള്ളത് നമുക്ക് കണക്കിട്ടൂല. വെള്ളം ഇങ്ങനെ പൊട്ടിയാട് വെച്ച് പോകുക എന്നുള്ളത് നമ്മൾ കാണുക മാത്രമേ ഉള്ളൂ. ഇത് ഒരു സ്ഥലം മാത്രമല്ല? അല്ലല്ലോ, എല്ലാം പല റോഡുണ്ട്. അതുപോലെ 10-ാം വയസ്സ് പോയിരിക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ മുഴുവനവും കല്ലറ കോളനിയിലുള്ള സ്ഥലങ്ങളൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഇതെന്താണ്? ആശയം കൊടുത്താലും ആശയം അവിടെ വാങ്ങിയേക്കാന്നല്ലാണ്ട് വീണില്ല, പണിക്കാർ വീണില്ല. ഇതെന്താണ് ഇവർ ഇതിനൊരു പറയുന്നത്? ഇത് നന്നാക്കാനുള്ള കാലതാമസം അല്ലെങ്കിൽ എന്താണ് സാങ്കേതിക തടസ്സമായൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും അതേപോലെ തന്നെ എഞ്ചിനീയറോടും ഓവർസിയറോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത്, ചില സമയത്ത് പറയും ഞങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം എന്ന് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു 10 ദിവസം മുമ്പേ ഒരു 300ഓളം വീടുകളിൽ വെള്ളെത്താത്തൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്
എത്ര തെരഞ്ഞു നടന്നിട്ടും ഈ വാട്ടർ അതോറിറ്റിക്ക് നമ്മുടെ ഈ സാങ്കേതികത്വമൊക്കെ എത്രയും വിപുലമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഇവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം 300ഓളം കുടുംബങ്ങൾ എത്രയോ ദിവസങ്ങളോളം വെള്ളം കിട്ടാതെ വളരെ പ്രയാസപ്പെട്ടു. അപ്പം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്ടുകാർ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി സംസാരിക്കുകയും അതേപോലെ തന്നെ നിരവധി പരാതികൾ കൊടുക്കുകയും അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുത്തു. പക്ഷേ വാട്ടർ അതോറിറ്റിന്റെ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇത് എവിടെയാണ് ഈ ബ്ലോക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അതേപോലെ തന്നെ ഞങ്ങൾക്ക് അത് പിന്നെ തൊഴിലാളികൾ വർക്കിന് വരുന്നില്ല. അപ്പം ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ തൊഴിലാളികൾക്ക് ഇവർ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഷോർട്ട് ഉണ്ട് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ചിലപ്പോൾ സാങ്കേതികത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വർക്ക് ജോലി കൂടുതലുള്ളത് കൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നിൽക്കാം. പക്ഷെ ഇത് തികച്ചും നമ്മുടെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഈ കടുത്ത വേനലിൽ ഇതൊരു കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അതാണ് ഞങ്ങൾക്ക് ഈ വശത്തിൽ പറയാനുള്ളത്. എന്തായാലും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഈ കുഴിയിൽ കൂടി പാഴാകുമ്പോൾ മറുവശത്ത് ഈ ഇതുവഴി എത്തുന്ന യാത്രക്കാരുടെ ജീവനും ഒരു അപകടമായി ഈ കുഴി മാറുകയാണ്. കാരണം ഹൈവേയുടെ നടുവിൽ തന്നെ അല്ലെങ്കിൽ ഓരത്തോട് ചേർന്നാണ് ഈ കുഴിയുള്ളത്. രാത്രി കാലങ്ങളിലും മറ്റുമൊക്കെ ഈ കുഴിയെപ്പറ്റി ബോധവാന്മാരല്ലാതെ എത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഈ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കറിയാം പലയിടങ്ങളിലും ഈ കുഴികളിൽ വീണ് ആളുകൾ മരിക്കുന്നത് ഒരു പതിവ് സംഭവമായി മാറുന്ന കാഴ്ചയുണ്ട്. ഈ ഒരു കുഴിക്കകത്ത് വീണാൽ പോലും ഒരു ഇരുചക്ര വാഹന യാത്രികന് ഒരു അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു കമ്പാണ് ഇതിനടുത്ത് ഉണ്ടായിരുന്നത്. നേരത്തെ കോടതികളുടെ അടക്കം ഉത്തരവുകളുണ്ട്. ഇത്തരത്തിൽ അപകടാവസ്ഥയിലായ അല്ലെങ്കിൽ ഈ കുഴി ഉള്ള സ്ഥലങ്ങളിൽ അതിന്റെ ഒരു സൂചകം കാട്ടണമെന്ന്, അത്തരത്തിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് നൽകണമെന്ന ആവശ്യം പറഞ്ഞിരുന്നു. എന്തായാലും അക്കാര്യവും നടന്നിട്ടില്ല. വളരെ വേഗത്തിൽ വരുന്ന ഒരു ബൈക്ക് യാത്രികരാണെങ്കിൽ ഈ കുഴിയിൽ വീണാൽ ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന വളരെ അപകടങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരം അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇല്ല, അതൊരു ജീവനൊരു ഭീഷണി തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇത്രയും കുഴികളിൽ, അതും പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയിൽ, ഇതൊരു നാഷണൽ ഹൈവേ ആണ്. നമ്മൾ ഒരുപാട് ബൈക്ക് യാത്രികർ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്തിട്ട് ഒരുപാട് അപകടങ്ങളും പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ സർക്കാരിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പരാജയമാണ്. അതും പ്രത്യേകിച്ച് ഇത് അറിയപ്പെടുന്നൊരു നാഷണൽ ഹൈവേ കൂടിയാണ്, വയനാട് റോഡ്, കുന്നമംഗലം വയനാട് റോഡ്. അപ്പോൾ അതൊക്കെ സർക്കാരിൻ്റെ ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് കാരണം, ഒരു പ്രയാസം കാരണമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ജനങ്ങളുടെ ഒരു ജീവനും കൂടെ ഒരു ഭീഷണിയല്ലേ നമുക്ക് ഈ അടുത്ത് തന്നെ 10-നടുത്ത് മരണങ്ങൾ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുഴികളിൽ വീട് നമ്മുടെ ഈ ഏരിയയിൽ മരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു വല്ലാത്ത റോഡാണ്. കാരണം മെഡിക്കൽ കോളേജ് ഇപ്പോൾ നമുക്കറിയാം മലപ്പുറം, പിന്നെ വയനാട്, നമ്മുടെ കോഴിക്കോട് ജില്ല, ഈ ഭാഗങ്ങളിലൊക്കെ ജനങ്ങൾ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. അത്രയും തിരക്കുള്ളതാണ്. അപ്പോൾ രാത്രിയൊക്കെ പിന്നെ ഈ ഗട്ടറിൽ വീണ് മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 11-ാം മൈലൊക്കെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിന്നെ നോക്കണം. കാരണം ചെറിയൊരു അലംഭാവം കൊണ്ടാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കാണും. അവരത് ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ട ആളുകൾ ആ പണി എടുത്തിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിനൊക്കെ ഒരു അലംഭാവം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഈ കഴിഞ്ഞ ആഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ മീറ്റിംഗിൽ വരെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കുഴിയിലൂടെ വെള്ളം പാഴായി പോയിക്കൊണ്ടേയിരിക്കുന്നു. ദിവസങ്ങളായി ഇത്തരത്തിൽ വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ഇവിടെ വെള്ളം പാഴാവുന്നതിന്റെ രൂക്ഷത അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമീപപ്രദേശത്തുള്ള കോളനികളും മറ്റ് ജനവാസ കേന്ദ്രങ്ങളുമാണ്. എന്തായാലും അവിടുത്തെ അവസ്ഥ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ കണ്ട കുന്നമംഗലം പട്ടണത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറിയുള്ള മറ്റൊരിടമാണിത്. ഇവിടുത്തെ ഈ പൈപ്പ് കണക്ഷൻ പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. ഇങ്ങനെ ഈ പൈപ്പിൽ നിന്ന് മാത്രം വെള്ളം ശേഖരിച്ച്, അതായത് ഈ പൊട്ടിയ സ്ഥലത്ത് നിന്ന് മാത്രം വെള്ളം ശേഖരിച്ച് ഈ കുടം നിറയ്ക്കാൻ നോക്കിയാൽ പോലും കേവലം 1-2 മിനിറ്റിനുള്ളിൽ ഈ കുടം നിറയുന്ന അവസ്ഥയിലേക്കാണ്. നമുക്ക് അത് ഒന്ന് പരിശോധിക്കാം.
ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ ഈ കേവലം 1-2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ കുടം നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു കുടം വെള്ളം ശേഖരിക്കാൻ നമുക്ക് ചെലവാക്കേണ്ടി വന്നത് മിനിറ്റുകൾ മാത്രമാണ്. ഒരു കുടം വെള്ളം ശേഖരിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ജനങ്ങൾ എടുക്കേണ്ടി വരുന്ന അത്രയധികം ശക്തി കുറഞ്ഞ് ജലം ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഈ കുടം നിറച്ചു കഴിഞ്ഞത്. ഇത്തരത്തിൽ 1 മിനിറ്റ് കൊണ്ട് ഈ കുടം നിറയ്ക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം എത്ര ലിറ്റർ ഉണ്ടാകുമെന്ന ചോദ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. എത്ര ലിറ്റർ ജലമാണ് ഓരോ മണിക്കൂറും പാഴാവുന്നത്? കേവലം 1 മിനിറ്റിനുള്ളിൽ എനിക്ക് ഈ കുടം നിറയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ 1 മണിക്കൂറിൽ ഈ ഒരു പൊട്ടിയ സ്ഥലത്ത് നിന്ന് മാത്രം എത്ര ലിറ്റർ വെള്ളം പോകും? നമുക്കൊപ്പം പൊതുപ്രവർത്തകൻ നൌഷാദ് തന്നെയുണ്ട്. 1 മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ ഈ കുടം നിറയ്ക്കാൻ. അങ്ങനെയെങ്കിൽ എത്ര കുടം വെള്ളമാണ് ഓരോ മിനിറ്റിലും? ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇവിടെ വെറുതെ പുറത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചിന്തിക്കണം. കാരണം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നമ്മൾ കാണുന്നതാണ് എത്രയോ നമ്മുടെ സഹോദരിമാരടക്കമുള്ള ആളുകൾ മണിക്കൂറോളം വെയിലൊക്കെ കൊണ്ട് കാത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു കുടം വെള്ളത്തിന് വേണ്ടി എത്രത്തോളം പ്രയാസം ഈ നാട്ടിലെ ജനങ്ങൾ ഈ വേനൽക്കാലത്ത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു വിഷമം കാണാൻ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കുന്നില്ല. ഇത്രയും വെള്ളം പുറത്തോട്ട് ഒഴുകിപ്പോവുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു പരാതി മനുഷ്യാവകാശ കമ്മീഷനും അതേപോലെ തന്നെ മറ്റു കോടതികളിലൊക്കെ സമർപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ അലംഭാവം ഉണ്ടാകുന്ന ഇത്തരം നഷ്ടം ഇത് പൊതു നഷ്ടമാണ്, സർക്കാരിന്റെ നഷ്ടമാണ്, ജനങ്ങളുടെ നഷ്ടമാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ആളുകൾ അവരുടെ ഡ്യൂട്ടി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും അവരുടെ ശമ്പളത്തിൽ നിന്ന് ഇതിനാവശ്യമായ തുക ഈടാക്കണം എന്ന് പറഞ്ഞ് 5 വർഷമായിട്ട് കേസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ കുഴി വന്നിട്ട് എത്ര നാളായി? ഇത് എന്റെ അഭിപ്രായത്തിൽ ഇതും ഏകദേശം ഒരു 2 മാസമായി കാണും. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു ഇത്രയും ഇതിന്റെ ഒരു മെഷർമെന്റ് എടുക്കാൻ എത്രത്തോളം ഭീകരമാണ് അല്ലെ? നമുക്ക് എത്രത്തോളം വേദനിപ്പിക്കുന്നു. ഇപ്പൊ ഈ ഒരു മിനിറ്റ് കൊണ്ട് ഇപ്പൊ നിങ്ങൾ പരിശോധിച്ചപ്പോ ഒരു കുടം വെള്ളം കിട്ടി 1 മിനിറ്റ് കൊണ്ട്. അപ്പോൾ എത്ര മിനിറ്റുകൾ, എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ, എത്ര വെള്ളമാണ് പാഴായി പോകുന്നത്. ഇതെന്താ ഇവരൊന്നും മനസ്സിലാക്കാത്തത്? ആരാണ് ഇതിൽ ഇടപെടേണ്ടത്? ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ജനങ്ങൾക്ക് കിട്ടേണ്ട സാധനമല്ലേ ഇത് നശിപ്പിക്കുന്നത്? എത്ര കടുത്ത ലംഘനമാണ്, നിയമലംഘനമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, പൊതുമുതൽ നശിപ്പിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു കാര്യം അധികൃതർ ചെയ്തിട്ടുണ്ട്. വെള്ളം ഇത്തരത്തിൽ പാഴാകുമ്പോഴും ഒരു വശത്തൊരു സൂചന വെച്ചിട്ടുണ്ട്. അതും ഈ അപകട സാധ്യതയുണ്ട് സൂക്ഷിക്കുക എന്നല്ല, ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരായുസിന്റെ കണ്ണുനീരെന്ന രീതിയിൽ വാഹനങ്ങൾ വേഗത കുറയ്ക്കണമെന്ന ഒരു മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ ഇതില്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ സൂചന വെച്ചിട്ടുണ്ട്. ദിവസങ്ങളായി വെള്ളം പാഴാവുന്നു. 1 മിനിറ്റിൽ പോലും ഒരു കുടം വെള്ളം നിറയ്ക്കാൻ പറ്റാത്ത കോലത്തിലാണ് വിടുന്നത്. മാത്രമല്ല വണ്ടിക്കാരൊക്കെ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എത്ര നാളായി വെള്ളം ഇങ്ങനെ കിടക്കുന്നു? നിങ്ങൾ എന്താ 1 മാസത്തിന്റെ അടുത്താവാനായി. ഇങ്ങനെ പൊട്ടും പിന്നെയും നന്നാക്കും പിന്നെയും പൊട്ടും ഇങ്ങനെ കളിക്കുകയാണ്. അതിൽ നിന്ന് മാറ്റം വരണം. പിന്നെ ഇവിടെ യാത്രക്കാർക്ക് ഇങ്ങനെ നടക്കാനും പിടിക്കാനൊന്നും കഴിയുന്നില്ല. വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന് പരിഗണിക്കാൻ അന്ന് വേണം. ഇവര് നന്നാക്കാറുണ്ടോ ഈ പൊട്ടി കിടക്കുമ്പോൾ? നന്നാക്കി അടുത്ത് നന്നാക്കി പോയതാണ്. എന്നാ പിറ്റേ ആഴ്ച പിന്നെയും വീണ്ടും പൊട്ടിയതാണ്. എന്താണ് കാരണം അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല? അല്ല, കണ്ടിട്ടില്ല. അവരെന്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി ജോയിന്റ് ആണെന്ന് തോന്നുന്നു പൊട്ടുന്നത്. ഇതിപ്പോ ഇവിടെ മാത്രമല്ല, വഴിനീളം പല മേലെ ഷാപ്പിന്റെ മുകളിലൊക്കെ അവിടെ മഴ പൊട്ടിയിരുന്നു. അവിടെ പൊട്ടി കിടക്കുകയാണ്. അല്ല, അവിടെ പൊട്ടി അത് നന്നാക്കിയതാണ്. പക്ഷെ ഇങ്ങനെ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ പോകുന്നത് ലക്ഷക്കണക്കിന് വെള്ളങ്ങളാണ്. വെള്ളം അമിതമായി പോവുക, പുറത്തേക്ക് പോവുക. ഈ സമയത്തൊക്കെ വെള്ളം പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. കുടിവെള്ളം കിട്ടാനില്ലാത്ത സമയമാണ്. ചൂട് ഇങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് വെള്ളം പല സ്ഥലത്തും ഇല്ലാതെ നിൽക്കുകയാണ്. 2 മാസം പോലെയായി പൂട്ടി കിടക്കുന്നത്. അപ്പോഴൊക്കെ ടീച്ചർ വിളിച്ച് പറയുന്നുണ്ട് ബുദ്ധിമുട്ടാണ്. അംഗനവാടിയിലെ വരുന്നവർക്കൊക്കെ എല്ലാ വണ്ടിക്കാരും അവിടെ മുറ്റത്ത് നിൽക്കുകയാണെങ്കിലും ഫുള്ള് നനയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. ഒക്കെ ഗേറ്റ് പൂട്ടിയിരുന്നാ, ഞങ്ങൾ സ്ഥിരമായിട്ട് ഗേറ്റ് പൂട്ടിയിരുന്നാണ്. ഇതങ്ങോട്ട് വലിച്ചും വെക്കും, എന്നാലും മുറ്റത്തെത്തും. ഇവിടെ റോട്ടുമ്മൽ ആർക്കും നിൽക്കാൻ കഴിയൂല. അപ്പൊ സാധനം വാങ്ങാൻ വരുമ്പോ ഫുഡ് വാങ്ങാൻ വരുന്നവർക്ക് ഞങ്ങൾ പുറത്തേക്ക് കൊടുക്കല് കുട്ടികളുള്ള കാരണം. അപ്പൊ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കുവർക്ക്, എന്നിട്ട് പുറത്തൊരാള് നിൽക്കും. മറ്റു കുട്ടികൾ പോയാൽ നമ്മൾ അറിയൂലല്ലോ. പുറത്തേക്ക് പോയാല് അപ്പൊ അത്രയും അടുത്താണല്ലോ റോഡ്. അപകടമാണ് ഇത്, ഭയങ്കര അപകടം തന്നെയാണ്. ഈ ബൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴി ചാടി ഇട്ടേന്നുള്ള ഒച്ചപ്പാട് അങ്ങോട്ടേ കേൾക്കാം.
അംഗനവാടിയിലേക്ക് ഇത് ഇവിടെ നാട്ടുകാർ കൊണ്ടുവന്ന് വെച്ചാ ആണ് നാട്ടുകാർ കൊണ്ടുവന്ന് വെച്ചാ അത് മാത്രമേ ഉള്ളൂ. ഇത് ആ വെള്ളം വരുമ്പോ അങ്ങോട്ട് നീക്കി വെക്കൂ. അപ്പൊ വേറെ ഏതേ വണ്ടിക്കാർ പോകുമ്പോ അങ്ങോട്ട് നീക്കി വിടും. ഈ വേനൽ ഭയങ്കര കടുത്ത് ഒരുപാട് വെള്ളക്ഷാമമുള്ള സമയമാണ്. ആ വെള്ളവണ്ടി അവിടാത്ത ആ ഭാഗത്തേക്കൊന്നും വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞേ. 15-ാം വാർഡിലെ ആ ഭാഗത്തേക്കൊക്കെ വെള്ളമില്ല, ജപ്പാൻ വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞേ. ഇത്രയും വെള്ളം ഇവിടെ പോകുന്നത്. എന്നിട്ടാണ് പിഞ്ഞി ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ വെള്ളം പോകുന്നത്. ഇല്ല, ആരും വന്ന് നോക്കിയില്ല. ഒരു കൂട്ടർ വന്ന് നോക്കി എന്നോട് അവിടെ വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച് വെള്ളം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ പോയതാ. പിന്നെ ആരും വന്നില്ല, ഒന്നിനും വന്നില്ല. പ്രധാന റോഡുകളിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ഓരോ ദിവസവും പാഴാകുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനിപ്പോൾ കാരന്തൂർ കല്ലറ കോളനിയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് നമുക്ക് നോക്കാം. ജനങ്ങൾ എപ്പോഴെത്തിയാലും ഈ പൈപ്പിൽ നിന്നും ഈ ശബ്ദം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കെന്തായാലും ഈ നാട്ടിലെ ആളുകളോട് തന്നെ ചോദിക്കാം, ഈ പൈപ്പിൽ നിന്നും വെള്ളം ലഭിച്ചിട്ട് എത്ര നാളായി, അല്ലെങ്കിൽ ഇവർക്ക് വെള്ളം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ഈ നാട്ടിലെ കുടിവെള്ളത്തിൻ്റെ ഒരു ലഭ്യത എങ്ങനെയാണ്? പൈപ്പ് വഴി വെള്ളം ലഭിക്കുന്നുണ്ടോ? പൈപ്പിൽ ഞങ്ങൾക്ക് ജപ്പാൻ വെള്ളം ആയതിനെ കൊണ്ട് ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അഥവാ ജപ്പാൻ വെള്ളം വന്നെങ്കിൽ തന്നെ ആദ്യം ഒരു കാറ്റ് കുറേ നേരം വരും, പിന്നെ ഒരു നേർമേൽ വരും. ഏകദേശം ഞങ്ങൾക്കൊക്കെ വെള്ളം എത്തുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി 3:30 ഒക്കെ ആവും ഞങ്ങളെ വീട്ടിലേക്ക് കുറഞ്ഞ വെള്ളം കിട്ടണമെങ്കിൽ. അത് ഒരുപാട് നേരം കിട്ടത്തില്ല. ഇല്ല, അത് ഇരുടിന്റെ മുന്നേ തന്നെ വെള്ളം തീരുകയും ചെയ്യും. അങ്ങനെയാണ് മിക്കവാറും ദിവസം ഇവിടെ ഞങ്ങൾക്ക് വെള്ളം കിട്ടല്. അപ്പോൾ പിന്നെ ഇവിടെ 1 കോടി പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെ പണികൾ അതിൽ ഉൾക്കൊള്ളിച്ച് എന്നാലും ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഒന്ന് ഏർപ്പാടാക്കി തരണം ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പം ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾ വന്നേരെ പറഞ്ഞ് നിങ്ങളെ വെള്ളം ഇപ്പം പെട്ടെന്ന് ശരിയാക്കി തരും, പെട്ടെന്ന് പരിഹാരം കാണും എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പേ ഒരു 3-4 മാസം മുമ്പ് ഇവിടെ വന്ന് പോയതാണ്. ഞങ്ങൾക്ക് ഈ മാർച്ചിലും കഴിഞ്ഞ മാസം ഒന്നും തീരെ വെള്ളമില്ലായിരുന്നു. ഞങ്ങൾ തിരുമ്പി കുളിക്കാനൊക്കെ പോകുക പുതൂര് പുഴയിലാണ്. അവിടെ ആണെങ്കിൽ വെള്ളം വൃത്തിയായിട്ട് കിടക്കുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ പോയിട്ട് തിരുമ്പി കുളിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പോരുന്നത്. പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടിനെ കൊണ്ട് ഞങ്ങൾ നയിച്ച് വീട്ടുപണിക്ക് പോകണമാണ് കൂടുതലും പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളവർ. ഓര് വരുന്ന സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടാവില്ല. ഞങ്ങൾ പണി കഴിഞ്ഞ് വരുന്ന സമയത്തൊന്നും ഇവിടെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം ഇല്ലാത്തതിനോട് ഞങ്ങൾ പൈസയ്ക്ക് വെള്ളം വാങ്ങിയിട്ടാണ് ഇപ്പോൾ കുടിക്കേണ്ട നിലവാരമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, കോളനിയിലുള്ളത്. ഈ കിണറുകളൊന്നും കിണറിൽ ഒന്നും ഒരു കിണർ വെള്ളം തീരെ കുടിക്കുന്നില്ല. പിന്നെ ഒരു കിണർ വെള്ളത്തിൽ ആ ചുറ്റുവട്ടത്തിലുള്ളൊരു അത്യാവശ്യം കുടിക്കേണ്ട ഒരു പച്ചവെള്ളം കുടിക്കേണ്ട ആവശ്യത്തിന് അവിടെ പോയിട്ട് മുക്കി കൊണ്ടുവന്നിട്ടാണ് പച്ചവെള്ളം കുടിക്കുന്നത്. ഈ ജപ്പാൻ വെള്ളം അങ്ങനെ കുടിക്കാനും പറ്റില്ല. അതിൽ കൂടുതലും പിന്നെ എന്താ പറയണ്ടേ ബ്ലീച്ചിങ് പൗഡർ ചോദിക്കും. അതിനെക്കൊണ്ട് പച്ചവെള്ളം ദാഹത്തിന് കുടിക്കാൻ പറ്റില്ല. അത് കുടിക്കാനുള്ള വെള്ളം പൈസ കൊടുത്ത് വാങ്ങുവാണോ? ആ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണല്ലോ ഞങ്ങൾ കുടിക്കുന്നത്. ഇപ്പം ഈ മാർച്ച് ഇത് ഏപ്രിൽ ഞങ്ങൾ മാർച്ചിലൊക്കെ ഫുള്ളും പൈസ കൊടുത്ത് വാങ്ങിയ വെള്ളം. ഈ ടാങ്ക് ഉണ്ടല്ലോ ഇവിടെ, വലിയൊരു പഞ്ചായത്ത് ഒരു ടാങ്ക് തന്നിക്കുന്നു. പക്ഷേ ഈ ജപ്പാൻ വെള്ളം എത്തിയതിന്റെ ആ ടാങ്കിലേക്ക് പോണ വെള്ളത്തിന്റെ കണക്ഷൻ ഒഴിവാക്കി പഞ്ചായത്ത്. ആ ഒഴിവാക്കിയതിനെ കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നത്. ടാങ്ക് വെറുതെ കിടക്കുക, കാലിയായി കിടക്കുക. ആ ടാങ്ക് കാണാമല്ലോ, ഇവിടെ നിന്ന് നോക്കിയാൽ പോയാൽ കാണാം. ആ ടാങ്ക് വെറുതെ കാലി കിടക്കുക. ആ ടാങ്ക് ഒരു ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ കോളനിക്കാർക്ക് ഫുള്ളും കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും, ബാലൻസും വെള്ളം ഉണ്ടാവും അതിൻ്റെ അകത്ത്. അത്രയും വലിയ ടാങ്കാണ് പഞ്ചായത്ത് ഉണ്ടാക്കിയത്. അതിൽ വെള്ളമില്ല, വെള്ളം അടിക്കുന്നില്ല അതിൽ. അപ്പം ഞങ്ങൾ നിർദ്ദേശം വെച്ചാൽ എന്താ വെച്ചാൽ ഈ 1 കോടി പദ്ധതിയിലെ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കോളനിയിൽ ഒരു 28 ആൾക്കാർ താമസിക്കുന്ന സമയത്ത് പഞ്ചായത്ത് ഒരു പുഴയിൽ നിന്ന് വെള്ളം അടിക്കലുണ്ടായിരുന്നു. അത് നല്ല വെള്ളമാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇടാത്ത വെള്ളമായിരുന്നു. ആ വെള്ളമാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉപകാരം ആവുമായിരുന്നു. അതാണ് ഞങ്ങൾ ഓരോട് പറഞ്ഞത്. അതിപ്പോൾ പെട്ടെന്ന് പണി തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി ഇതുവരെ ഒരു ആ പണീൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അതിനെക്കൊണ്ട് തീരെ വെള്ളമില്ല ഇവിടെ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിന്റെ ഒരു ഇതാണ് ഞങ്ങൾക്ക്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വെള്ളത്തിന് ബുദ്ധിമുട്ട്? എങ്ങനെയാണ്? ഒരു രക്ഷയില്ലേ കുളിക്കാനും കുടിക്കാനും ഒക്കെ? ഒരു രക്ഷയില്ല, വെള്ളമില്ലാതെ ഇരിക്കുക. പൈപ്പിൽ വെള്ളം എത്തിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ രാവിലെ ഓസിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. പിന്നെ വണ്ടിക്ക് വിളിച്ചിട്ട് വണ്ടിക്ക് പൈസ കൊടുത്ത് ഞാൻ വെള്ളം അടുപ്പിക്കുക. അല്ലാണ്ട് വേറെ ഒരു മാർഗവും ഞങ്ങൾക്കില്ല. കുടിക്കാനും അടുത്ത വീട്ടിലാണെങ്കിൽ അതും വെള്ളത്തിന് പോകാൻ പറ്റൂല.
ചെറിയ മക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ കഴിയുമോ? നമ്മളൊരു പാനിയോ 2 പാനിയോ വെള്ളം കിട്ടിയോണ്ട് കഴിച്ചില്ലല്ലോ. ഇത് എത്ര ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരിക? ഇത് ചിലപ്പോൾ ഒരാഴ്ച ആവും, 2 ആഴ്ച ആവും, അങ്ങനെ ഈ 2 ആഴ്ച 3 ആഴ്ച, ചിലപ്പോൾ 1 മാസം പിടിക്കുന്ന ദിവസമുണ്ട്. അന്നേരമൊക്കെ വണ്ടി വെള്ളം വന്നാൽ അന്നേരം ഈ 2 പാനി വെള്ളം കിട്ടിയെങ്കിൽ ആവും, കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ. ഈ വഴിനീള പൈപ്പുകളൊക്കെ പൊട്ടിക്കിടക്കാണ്, അത് കണ്ടിട്ടുണ്ടോ? എത്ര വെള്ളമാണ് ഒരു ദിവസം അവിടുന്ന് പാഴാവുന്നത് അല്ലേ? അതാ അവിടെ പൊട്ടുണ്ട്, ഇങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ പൊട്ടാണ്. പിന്നെ പൊട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നന്നാക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പിന്നെ ഇനി ഒരു 2-3 ആഴ്ചത്തേക്ക് ഞങ്ങൾ നോക്കണ്ട വെള്ളത്തിന്. അങ്ങനത്തെ അവസ്ഥ ഇപ്പം ഞങ്ങളുടെ അവസ്ഥ. എന്തായാലും ഇത് കേവലം ഈ കുന്നമംഗലത്തിന്റെ മാത്രം അല്ലെങ്കിൽ കാരന്തൂരിന്റെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് ഇത്തരം കുടിവെള്ള പൈപ്പുകൾ വലിയ രീതിയിൽ പൊട്ടിക്കിടക്കുന്നത്. ഈ പൈപ്പുകൾ പൊട്ടുന്ന വിവരം ജനങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചാലും സമയബന്ധിതമായ ഒരു ഇടപെടൽ, കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. ഓരോ വെള്ളം പൊട്ടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പുറത്ത് പാഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം വാഹനങ്ങളടക്കമുള്ളവയ്ക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു. എന്നാൽ മറുവശത്ത് കുടിവെള്ളം കിട്ടാക്കനിയായി മാറുന്നു. നിരവധി പണം മുടക്കിയാണ് ഈ കൂലിപ്പണിക്കാരടക്കമുള്ളവർ വെള്ളം വാങ്ങി കുടിക്കുന്നത്. പൈപ്പുകളിൽ വെള്ളം ദിവസങ്ങളോളം പോലും എത്താത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഞാൻ ഇവിടെ ചോദിക്കാൻ ഇന്ന് സമാപിക്കുന്നു. കരുണാകരന്റെ